നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. റബ്ബർ ഇറക്കുമതി 5 വർഷത്തിനിടെ വൻ കുതിപ്പ്. 5 വർഷത്തിനിടെ രാജ്യത്ത് റബ്ബർ ഇറക്കുമതിയിൽ വൻ വർധനവ്. 2020-21 1.40 ലക്ഷം ടണ്ണിൻ്റെ വർധനയാണ് ഇറക്കുമതിയിലുണ്ടായതെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം രാജ്യസഭയിൽ സമർപ്പിച്ച കണക്കിൽ വ്യക്തമാക്കി. 2020-21 4.10 ലക്ഷം ടണ്ണായിരുന്നു ഇറക്കുമതിയെങ്കിൽ 2024-25 അത് 5.50 ലക്ഷം ടണ്ണായി കുതിച്ചു. 5ൽ 4 വർഷവും വേണ്ടതിൽ കൂടുതൽ റബ്ബർ ഇറക്കുമതി ചെയ്തു എന്നതാണ് ഗൗരവമുള്ള വിവരം. 2024-25 സാമ്പത്തിക വർഷം ഉപഭോഗം ഉൽപ്പാദനത്തേക്കാൾ 5.35 ലക്ഷം ടൺ കുറവായിരുന്നു. പക്ഷേ ഇറക്കുമതി ചെയ്തത് 5.50 ലക്ഷം ടണ്ണാണ്. 2022-23 മാത്രമാണ് ആവശ്യമുള്ളതിലും കുറവ് റബ്ബർ ഇറക്കുമതി ചെയ്തത്. 5.59 ലക്ഷം ടൺ വേണ്ടിടത്ത് 4.92 ലക്ഷം ടൺ മാത്രമാണ് ഇറക്കുമതി ചെയ്തത്. 2022-23 കുറവ് 5.11 ലക്ഷം ടണ്ണായിരുന്നു. ഇറക്കുമതി 5.28 ലക്ഷം ടണ്ണും. 2021-22 കുറവ് 4.63 ലക്ഷം ടൺ. ഇറക്കുമതി 5.46 ലക്ഷം ടൺ. 2020-21 3.81 ലക്ഷം ടണ്ണിൻ്റെ കുറവ്. ഇറക്കുമതി 4.10 ലക്ഷം ടൺ. ഉൽപ്പാദനം ഉപഭോഗം കൂടുന്നു. 2020-21 മുതൽ ഈ വർഷം വരെ ക്രമാനുഗതമായി ഉൽപ്പാദനവും ഉപഭോഗവും കൂടി വരുന്നുണ്ട്. ഉൽപ്പാദനം ഇങ്ങനെ: 7.15 ലക്ഷം 2020-21, 7.75 ലക്ഷം 2021-22, 8.39 ലക്ഷം 2022-23, 8.57 ലക്ഷം 2023-24, 8.75 ലക്ഷം 2024-25. ഉപഭോഗം ഇങ്ങനെ: 2020-21 10.96 ലക്ഷം, 2021-22 12.38 ലക്ഷം, 2022-23 13.50 ലക്ഷം, 2023-24 14.16 ലക്ഷം, 2024-25 14.10 ലക്ഷം. ഉപഭോഗം ഇങ്ങനെയായിരുന്നു. ഏഷ്യൻ റബ്ബർ വിപണികളിൽ ഉണർവ്. തായ്ലൻഡിൽ വീണ്ടും മഴ കനത്തതിനാൽ ടാപ്പിംഗ് പല ഭാഗങ്ങളിലും സ്തംഭിച്ചു. വാരാന്ത്യം വരെ മഴ തുടരുമെന്ന സൂചനയാണ് കാലാവസ്ഥാ വിഭാഗം നൽകുന്നത്. തായ് മാർക്കറ്റായ ബാങ്കോക്കിൽ 19,439 രൂപയായി ഇന്ന് ഉയർന്നു കിൻഡലിന്. രാജ്യാന്തര റബ്ബർ അവധി നിരക്കുകൾ 10 മാസത്തിനിടയിലെ ഉയർന്ന തലം ദർശിച്ചു. അവധി വ്യാപാര കേന്ദ്രമായ ജപ്പാൻ ഒസാക്കയിൽ ഉൽപ്പന്ന വില കിലോയ്ക്ക് 351 കയറി. കഴിഞ്ഞ വർഷം മാർച്ചിന് ശേഷം ജപ്പാനിൽ റബ്ബർ ഈ നിലവാരത്തിലേക്ക് തിരിച്ചു വരവ് കാഴ്ചവെക്കുന്നത് ആദ്യമാണ്. ക്രിസ്തുമസ് പുതുവത്സര അവധി ദിനങ്ങൾക്ക് ശേഷമുള്ള ആദ്യ വ്യാപാരത്തിലെ ഉണർവ് ഇടപാടുകളുടെ അവസാനം വരെ നിലനിർത്താനാവാതെ 348 yen താഴ്ന്നു. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.